കേരളത്തിനൊരു കാവലാളുണ്ടായിരുന്നു ഭഗവാനെ. നൊമ്പരപ്പെടുന്ന മനസ്സുമായി നെഞ്ചുപൊട്ടി അമ്മയെ തിരയുന്ന കുഞ്ഞിനെ പോലെ കേരള ജനത ഇന്ന് ആ മനുഷ്യനെ തിരയുകയാണ്. അയ്യോ, കേൾക്കുമ്പോൾ തന്നെ തൊലി ഉരിഞ്ഞു പോകുന്ന തരത്തിലുള്ള ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ വാഴ്ത്ത് പാട്ടുകളും കണ്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സഖാക്കൾ മാസ് BGM ഇട്ടൊടുക്കുന്ന ആ കാരണഭൂതൻ്റെ വീഡിയോകൾ. അയാളുണ്ടായിരുന്നെങ്കിൽ കേരളം എങ്ങോട്ട് പോയേനെ? ഞാൻ പറയാം, അയാൾ ഇവിടെ തന്നെ തുടർന്നിരുന്നെങ്കിൽ കേരളം ഇതിലും വേഗത്തിൽ അങ്ങ് കുളം തോണ്ടിയേനെ. അത്ര തന്നെ. ഒരു വശത്ത് നാട് മുഴുവൻ പ്രകൃതി ദുരന്തങ്ങളും വെള്ളക്കെട്ടും വന്ന ആളുകൾ ഇങ്ങനെ വലയുമ്പോൾ മറുവശത്ത് അടിമക്കൂട്ടങ്ങൾ അപ്പോഴും റീൽസ് ഉണ്ടാക്കുകയാണ്. കാവലാൾ പോയേ, പടച്ചോനെ, ആ കാരണഭൂതനുണ്ടായിരുന്നെങ്കിൽ മഴ പെയ്യില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെഴുകാൻ വേണ്ടി നാണമില്ലേ എൻ്റെ സഖാക്കളെ? നാട് ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും PR വേല കാണിക്കാൻ എന്തുളുപ്പില്ലായ്മയാണ് ഇവർക്ക്. എന്നാൽ എൻ്റെ സഖാക്കളെ, നിങ്ങളുടെ ഈ വകതിരിവില്ലായ്മ സമ്മതിച്ച് തരണം. പക്ഷെ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈശ്വര, ഈ കേരളത്തിലെ രണ്ട് കൂട്ടരും, ഇടതും വലതും, ഇമ്മാതിരി നിർഗുണന്മാരും വിവരം കെട്ടവരും ആയിപ്പോയല്ലോ എന്ന്. മുഖ്യമന്ത്രി VD സതീശൻ 2 തവി ചോറ് ഉണ്ടതിനെ കുറിച്ച് അയ്യോ നാട് മുങ്ങുമ്പോൾ സതീശൻ ഭക്ഷണം കഴിക്കുന്നേ എന്ന് വിളിച്ചു കൂവുന്ന റഹീമും അത് കേട്ട് പ്രതിരോധിക്കാൻ വയ്യാതെ തിരിഞ്ഞു കളിക്കുന്ന വലതുപക്ഷവും. ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ്. കേരളത്തിലെ PR രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരങ്ങളും നമ്മുടെ റഹീമുഖാൻ്റെ അമൂല്യമായ വിഡ്ഢിത്തരങ്ങളും, പിണറായി വിജയൻ എന്ന കാവലാളിൻ്റെ യഥാർത്ഥ ഭരണചരിത്രവും. വരൂ, നമുക്ക് നമ്മുടെ റഹീമുഖയിൽ നിന്നും തുടങ്ങാം. റഹീമുഖ ഉന്നയിച്ച ഏറ്റവും വലിയ ദേശീയ പ്രാധാന്യമുള്ള വിഷയം എന്താണെന്നറിയോ? സംസ്ഥാനത്ത് മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ആഹാരം കഴിച്ചു. എന്തൊരു ഔചിത്യമില്ലായ്മ! ഈ ചിന്താഗതി അനുസരിച്ച് നാട്ടിൽ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രളയം വരുമ്പോൾ നേതാക്കൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അയ്യോ, VD സതീശൻ ഭക്ഷണം കഴിച്ചതറിഞ്ഞ് താങ്കൾക്ക് ഉറക്കം വന്നിട്ടുണ്ടാവില്ല അല്ലേ? താങ്കൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതെ വ്രതത്തിലല്ലേ? അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ പാർലമെന്റിൽ പോയി ആ ഇംഗ്ലീഷൊക്കെ വായിക്കാൻ ശരീരത്തിൽ തളർച്ച കാണുമല്ലോ. Can you please eat some rice and coconut ചമ്മന്തി? Please eat man. റഹീമുക്കായുടെയും സഖാക്കളുടെയും യുക്തി വെച്ച് നോക്കിയാൽ 2018-ലും 2019-ലും പ്രളയം വന്നപ്പോഴും വയനാട് ചൂരൽമലയിൽ മഹാദുരന്തം ഉണ്ടായപ്പോഴും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ട ഉപവാസത്തിലായിരുന്നു. കേരളത്തിലെ ജനങ്ങളെ ഓർത്ത് അദ്ദേഹത്തിന് ഒരു വറ്റുപോലും തൊണ്ടയിൽ നിന്നും ഇറങ്ങിക്കാണില്ല. അതാണ് ഇപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ പ്രജകൾ അടുക്കളയിൽ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് വരെ ഞാൻ ജലപാനം നടത്തുകയില്ല എന്ന് പ്രഖ്യാപിച്ച രാജാവ് ആയിരുന്നല്ലോ അദ്ദേഹം, അല്ലേ? ജനങ്ങൾക്ക് വെള്ളപ്പൊക്കം വന്നപ്പോൾ സാറേ ആഹാരം എടുക്കട്ടെ എന്ന് ചോദിച്ച ജോലിക്കാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ചരിത്രമാണ് അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞാനൊന്ന് തെളിച്ച് പറയാം. ഒരു സംസ്ഥാനത്ത് മഴ പെയ്യുമ്പോൾ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകുക എന്നതാണ് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണം എന്ന് പറയുന്നത്. അതല്ലാതെ കേവലം ഭക്ഷണം കഴിച്ചോ ബാത്റൂമിൽ എത്ര തവണ പോയി എന്ന് എണ്ണി നോക്കലല്ലോ രാഷ്ട്രീയം. മുൻപ് പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് വിചിത്രമായി ന്യായീകരിച്ച കൂട്ടരിൽ നിന്നും ഇതിലും വലിയ ബുദ്ധി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി നമുക്ക് എന്തായാലും ആ കാവലാളിലേക്ക് വരാം. സഖാക്കൾ പാടിപ്പുകഴ്ത്തുന്ന അയാൾ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളം രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്ന ആ മുൻ മുഖ്യമന്ത്രിയുടെ കാലത്തെ യഥാർത്ഥ ഡാറ്റ നമുക്കൊന്ന് ഈ അവസരത്തിൽ പരിശോധിച്ച് നോക്കാം. എല്ലാം വസ്തുതാവിരുദ്ധമാകാൻ പാടില്ലല്ലോ. ദുരന്തകാലത്തെ സുഖചികിത്സയും ക്യാപ്റ്റൻ പദവിയുമാണ്. നാട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചൂരൽമലയിൽ മനുഷ്യർ മണ്ണിനടിയിൽ പെടുമ്പോൾ വിദേശത്തെ സുഖചികിത്സയ്ക്കും കറക്കത്തിനും പോയ ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നിട്ട് തിരിച്ചു വന്ന ദിവസവും വൈകുന്നേരം 6 മണിക്ക് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് IAS-കാരെ എഴുതി കൊടുത്ത് ജനങ്ങളെ പേടിപ്പിച്ച് വാർത്താസമ്മേളനം നടത്തും. അതിലൂടെ താനാണ് ഏക രക്ഷകൻ എന്ന് വരുത്തി തീർക്കുന്ന ക്ലീശേ PR തന്ത്രം ഇറക്കും. ഇനി അടുത്തത് കേരള ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന സംഭവം, പ്രളയ ഫണ്ട് തട്ടിപ്പ്. ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും കുറ്റിപ്പാത്രങ്ങളിലെ സമ്പാദ്യത്തിൽ നിന്നും സർക്കാരിലേക്ക് നൽകിയ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിയത് ഈ കാവലാളിൻ്റെ ഭരണത്തിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകേണ്ട സാധനങ്ങൾ വരെ സ്വന്തം പാർട്ടി ഓഫീസിലേക്ക് മാറ്റിയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. തീർന്നില്ല. കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ കിറ്റിൻ്റെ പേരിൽ നടത്തിയ കോടികളുടെ കൊള്ള, PP കിറ്റ് അഴിമതി, സ്പ്രിംഗ്ലർ ഡാറ്റ ചോർച്ച, ആംബുലൻസിനുള്ളിൽ വെച്ച് രോഗി പീഡിപ്പിക്കപ്പെട്ട ദാരുണ സംഭവം, ഇതാണോ നിങ്ങൾ പറയുന്ന ആ സുവർണ കാലഘട്ടം? എന്തായാലും മുൻപ് നിപ്പ വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു അവസ്ഥ? ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് പ്രഹസനങ്ങൾ കാട്ടി കാര്യങ്ങളെ PR വൽക്കരിച്ചു. എന്നാൽ പിന്നീട് നിപ കേസുകൾ വന്നപ്പോൾ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കൃത്യമായി അതിനെ പ്രതിരോധിച്ച് പിന്നീട് നിയന്ത്രണ വിധേയമാക്കിയതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്.
അനാവശ്യമായ പേടികളും ഞാനാണ് രക്ഷകൻ എന്ന പ്രഹസനവും ആ കാര്യങ്ങൾ അങ്ങനെയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ കാണിച്ചു തന്നത്. ഇതൊന്നും സഖാക്കൾക്ക് എന്തായാലും ഓർമ്മ കാണില്ല. കാരണം ചുവന്ന പരവതാനി വിരിക്കാതെ ഒരു അടി നടക്കാത്ത, ലിഫ്റ്റ് ഇല്ലാത്ത ബസ്സിൽ കയറാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായപ്പോൾ ഇവർക്കൊക്കെ വായിൽ പഴമായിരുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റയിലേക്ക് വരാം. സഖാക്കൾ വാഴ്ത്തിപ്പാടുന്ന ആ ഭരണകാലത്ത് വയനാട് ചൂരൽമല ദുരന്തബാധിതർക്ക് എന്ത് കിട്ടി? മഹാദുരന്തം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും എത്ര പേർക്കാണ് വീട് കൃത്യമായി നിർമ്മിച്ചു നൽകിയത്? മാസമല്ല, വർഷം. ദുരിതബാധിതർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായങ്ങളും പുനരധിവാസ പദ്ധതികളും എവിടെ എത്തി നിൽക്കുന്നു? സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ BGM ഇട്ട് വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ആ പാവപ്പെട്ട മനുഷ്യർ ഇപ്പോഴും വാടക വീട്ടുകളിലും താൽക്കാലിക ഷെഡുകളിലും നെട്ടോട്ടം ഓടുന്നത് ഒന്ന് പരിശോധിക്കണം. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഒന്നിച്ചു നിന്ന് അതിനെ നേരിടുക എന്നതാണ് മലയാളിയുടെ രീതി. എന്നാൽ ഭരണം പോയതിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രാകുകയാണ്. അനുഭവിക്കേ, കേരളത്തിലുള്ളവർ ഇതും ഇതിനപ്പുറവും അനുഭവിക്കണമെന്ന്. പ്രബുദ്ധ ജനതയെ നോക്കി ശപിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ രാഷ്ട്രീയം തരം താഴ്ന്നു പോയി. ഒരു ഭരണകൂടം എന്നത് ഞാനാണ് ഇത് ചെയ്തത് എന്ന് മാർക്കറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് അല്ല, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കേണ്ട സംവിധാനമാണ്. വാഴ്ത്തുപാട്ടുകളില്ലാതെ, അനാവശ്യ വാർത്താ സമ്മേളനങ്ങൾ ഇല്ലാതെ, PR ഏജൻസികൾക്ക് കോടികൾ കൊടുക്കാതെയും ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന വലിയ തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായി തുടങ്ങി എന്നതാണ് നിങ്ങളെ ചൊടിപ്പിക്കുന്നത്. ഇനി ഈ നാടിന്റെ മറുവശത്തേക്ക് നമുക്ക് നോക്കാം. എൻ്റെ ഈശ്വരായി, കേരളത്തിലെ 2 കൂട്ടരും ഇമ്മാതിരി നിർഗുണന്മാരായി പോയല്ലോ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു വശത്ത് പ്രഹസനവും PR വേലകളും മാത്രം കൈമുതലാക്കി നടന്ന LDF, മറുവശത്താകട്ടെ അവർ എറിഞ്ഞു കൊടുക്കുന്ന പന്തിന്റെ പുറകെ ഓടുന്ന ശക്തമായൊരു ബദൽ ഉയർത്താൻ കഴിയാത്ത ഭരണപക്ഷമാണ് ഇവിടെയുള്ളത്. റഹീമിനെ പോലെയുള്ളവർ ചോറുണ്ടു എന്നും പറഞ്ഞ് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലെ രാഷ്ട്രീയം പൊളിച്ചടുക്കി ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ഭരണപക്ഷത്തിനോ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതായത് LDFന് ഭരണം എന്നാൽ PR തട്ടിപ്പും ഇമേജ് ബിൽഡിങ്ങും മാത്രമാണ്. UDFനാകട്ടെ അതിനോട് പ്രതികരിക്കാൻ പോലും എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അവസരത്തിൽ നമ്മൾ മറുപടി കൊടുക്കേണ്ടതില്ല. എങ്കിൽ കൂടി 2 കൂട്ടരും ഇങ്ങനെ മാറി മാറി ജനങ്ങളെ അന്താളിപ്പിലാക്കുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പാർലമെന്റിൽ ചെന്ന് കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് പകരം ഈ നമ്മുടെ മുഖ്യമന്ത്രി എത്ര തവി ചോറുണ്ടോ, ഏത് ഹോട്ടലിൽ കയറി എന്നൊക്കെ അന്വേഷിക്കലാണോ നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി? ഇത് റഹീമിനോടുള്ള ചോദ്യമാണ്. എന്താണ് MP പദവിയുടെ ഔചിത്യം? അത് നിങ്ങളൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. ഇത് തന്നെ ആയാലും റഹീമിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണ്? നിങ്ങളുടെ മറുപടികൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.